السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഈ ഗ്രൂപ്പിലെ പണ്ഡിതന്മാരെ, സഹപാഠികളെ, സുഹൃത്തുക്കളെ എല്ലാവർക്കും സൗഖ്യവും സുഖമാണെന്ന് കരുതട്ടെ. അള്ളാഹുവിനോട് അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറും ബർക്കത്തും ധാരാളം ചൊരിക്കട്ടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഉലൂമുകളൊക്കെ നാളെ ഖബറിലും ആഖിറത്തിലും ഉപകാരമുള്ളതായി തിരുമാറാവട്ടെ. ജീവിതാന്ത്യം വരെ ഉപകരിക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുവാനും എല്ലാവർക്കും ക്ലാസ് എടുത്തു കൊടുക്കുവാനുള്ള ആരോഗ്യവും ആഫിയത്തും അറിവും അഖുലൊക്കെ പ്രദാനം ചെയ്ത് നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ക്ലാസിന്റെ നമ്പർ 80. 80ാമത്തെ ക്ലാസ്സിൽ എന്താണ് നമ്മുടെ ചർച്ച നമുക്ക് നോക്കണ്ടേ? നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത് വന്നിരുന്നത് ഏതായിരുന്നു അറിയാമോ? ഫസാദുൽ ഇഅ്തിബാർ എന്ന് പറയുന്ന ഭാഗത്തിലൂടെ പോയത്. ഇനി അതിന്റെ ബാക്കി ഇതാ പറയുന്നു, വഹുവ അഅമ്മു മിൻ ഫസാദിൽ വളഅ്. ഈ ഫസാദുൽ ഇഅ്തിബാർ എന്ന് പറയുന്ന സംഗതി ആമാണ് എന്തിനേക്കാൾ? മിൻ ഫസാദുൽ വളഅ്. ഫസാദുൽ വളഇനേക്കാൾ, ഫസാദിന്റെ വളഇനേക്കാൾ ആമായി നിൽക്കുന്ന ഒന്നാണ് ഫസാദുൽ ഇഅ്തിബാർ. അതെങ്ങനെ ആമായത്? ബിസിദ്ഖിഹി. ഈ അഅം എന്ന് പറയുന്നതുണ്ടല്ലോ, ഫസാദുൽ ഇഅ്തിബാറിനെ പറയാൻ പറ്റും. ഹൈസു യകൂനു ദലീലു. ദലീൽ ആകുന്ന സമയത്ത് എന്തിന്റെ മേലാവുക? അലൽ ഹൈഅത്തി സ്വാലിഹത്തി. നന്നാകുന്ന ഒരു രൂപമുണ്ടല്ലോ, പരിഗണനയ്ക്ക് നന്നാകുന്ന ഒരു രൂപമുണ്ട്. ആ രൂപത്തിന്റെ മേൽ ഈ ദലീലാവുക. എന്തിനാണ് പരിഗണന നൽകുന്നതെന്ന് ചോദിച്ചാൽ, തർത്തീബിൽ ഹുക്മി അലൈഹി. ഒരു ദലീലുണ്ടെങ്കിൽ ആ ദലീലിന്റെ മേലായിരിക്കും ആ ഹുക്മിനെ ക്രമീകരിച്ചു കൊണ്ടുവരിക. ആ ക്രമീകരണത്തിന് പറ്റുന്നതായ രൂപമുണ്ടാവും. ആ രൂപത്തിന്റെ മേലിൽ ആ ദലീൽ ആവുകയാണ് എങ്കിൽ അവിടെ എന്ത് പറയാൻ പറ്റും? അവിടെ പറയാൻ പറ്റുന്നൊരു പേരാണ് ഫസാദുൽ ഇഅ്തിബാർ. അവിടെ ഇഅ്തിബാർ എന്ന് കൊടുക്കാം. ഫസാദുൽ വളവും ഫസാദുൽ ഇഅ്തിബാർ രണ്ടും ഒപ്പം പറയാൻ പറ്റുന്ന രീതി വരുന്നുണ്ട്. അതെങ്ങനെ നമുക്ക് നോക്കുക. എന്താ? ഫസാദുൽ വളുവിനെ പറയാൻ പറ്റുക എവിടെയുള്ളൂ? ദലീല് ഹുക്മിനെ ക്രമീകരിക്കുന്ന വിഷയത്തിൽ ആ ദലീലിനെ പരിഗണിക്കുക എന്നതിനൊരു നന്മ വരിക. അങ്ങനെ ഉണ്ടാവാൻ നന്നാറൊക്കെ പറ്റുന്ന രൂപത്തിൽ ദലീലാവൂല എങ്കിൽ ഫസാദുൽ വളു, അവിടെ ഫസാദുൽ വളുയെ പറയും. അതേ സമയത്ത് രണ്ടും പറയാൻ പറ്റുന്ന ഒന്നാണ് എന്ത്? ഹുക്മിനെ ക്രമീകരിക്കുവാൻ പരിഗണിക്കുക എന്നൊരു നന്മ ഇല്ലെങ്കിൽ അവിടെയും ഇഅ്തിബാർ ഫസാദ് എന്ന് പറയാം. അതോടൊപ്പം തന്നെ പറയപ്പെട്ടതായ രൂപത്തിന്റെ മേൽ നന്നായിട്ടില്ലെങ്കിലും അതോടൊപ്പം തന്നെ നസ്സിനോടോ ഇജ്മാനോടോ എതിരാവുകയും ചെയ്തു. ഈ രൂപത്തിലൊക്കെ വന്നാൽ അവിടെ ഫസാദുൽ ഇഅ്തിബാർ എന്ന് പറയാലോ. അതുകൊണ്ടാണ് ഫസാദുൽ ഇഅ്തിബാർ എന്നുള്ളത് ഫസാദുൽ വളഇനേക്കാൾ ആം എന്ന് പറഞ്ഞത്. വലഹു. ഇനി ഇവിടെ ഫസാദുൽ ഇഅ്തിബാറിനെ ഇത്റാദ് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ട്. വലഹു, അവരുണ്ടെന്ന് പറഞ്ഞാൽ അയൽ മുഅ്തരിദി. ഇത്റാദ് ചെയ്യുന്ന ആൾക്ക് എന്തുണ്ട് ഇത്റാദ് നടത്താൻ എതിർക്കണേ? ഈ ഫസാദുൽ ഇഅ്തിബാർ. ഫസാദുൽ ഇഅ്തിബാർ കൊണ്ട്, ഫസാദുൽ ഇഅ്തിബാർ കൊണ്ട് എതിരിടുന്ന ആൾക്ക് പറ്റും തഖ്ദീമുഹു അൽ മനുഅത്തി ഫിൽ മുഖദ്ദിമത്തി. ദലീലിന്റെ മുഖദ്ദിമകൾ വരുമ്പോൾ ആ മുഖദ്ദിമകളെ ആദ്യമായിട്ട് മന്ന് ചെയ്യുക, ഒരുപാട് മന്ന് കൊണ്ടുവരിക. ഇങ്ങനെ മന്നിന്റെ മേലിൽ ആർക്ക് മുന്നിടാം? മുഅ്തരിദിന് മുന്നിടാം. അൻഹ. അതുപോലെ തന്നെ മനുഅത്തുകളെ തൊട്ട് മനുഅത്തുകളെ തൊട്ട് മുഅ്തരിദിന് പിന്തുകയും ചെയ്യാം. രണ്ടും പറ്റും. അപ്പൊ ദലീലിന്റെ ഫസാദിനെ ഇഅ്തിബാർ ചെയ്യാതെ ഇരിക്കുമ്പോൾ, അല്ല ഇഅ്തിബാറിന്റെ ഫസാദ് കൊണ്ട് ഇത്റാദ് ചെയ്യുന്ന ആൾക്ക് മുസ്തദില് കൊണ്ടുവന്ന ദലീലിനെ പൊളിക്കുന്നതിന് മുമ്പ് മംനു ചെയ്യാം. അല്ലെങ്കിലോ മംനുവിനെ തൊട്ട് പിന്തും ചെയ്യാം. ഇത് രണ്ടും മുഅ്തരിദിന് പറ്റും. എന്തുകൊണ്ടാ മുഅ്തരിദിന് ഇത് രണ്ടും പറ്റിയെന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ലി മുജാമഅത്തിഹി ലഹ.
മനുആത്തിനോട് മുഅ്തരിദ് ഒരുമിച്ച് കൂടിയല്ലോ. അതുകൊണ്ട് തന്നെ മിൻ ഗൈരി മാനിഇൻ ഫി തഖ്ദീമി വ തഅഖീരി, മുന്തുക പിന്തുക എന്ന വിഷയത്തിൽ ഒരു തടസ്സം ഇവിടെ ഇല്ല. രണ്ടിനും തടസ്സമില്ലാത്ത വിധം മനുആത്തിനോട് ഒരുമിച്ച് കൂടുക എന്നൊരു സംഗതി മുഅ്തരിദിനുണ്ട്. അതുകൊണ്ടാണ് രണ്ടും പറ്റിയത്. ഇവിടെ ഒന്ന് മനസ്സിലാക്കാം. മനുആത്തിനെ മുന്തിക്കുക, മനുആത്തിനോട് മുന്തിക്കുക എന്ന വിഷയത്തിൽ. അപ്പൊ മനുആത്തിനെ മുന്തിക്കുന്ന സൂറത്ത് അതെല്ലാവർക്കും എന്താ വെളിവായ കാര്യം. എന്താ കാരണം? അൽആഫിൽ നിന്ന് അക്ബയിലേക്ക് പോവുകയാണല്ലോ. അപ്പൊ പിന്നെ മനുആത്തിൽ വരുമ്പോ അങ്ങനെ ഉണ്ടാകും, മറ്റേ പോയി അക്ബയിലേക്ക് എത്തുക. അഖുബ ദലീലുൻ നസ്സോ ഇജ്മാവോ ആയിരിക്കും. അതാണ് അഖുബ. അൽആഫ് ഏതാണ്? ഇവിടെ മൻ അൽആഫ. ആ അൽആഫ ആയിരിക്കുന്ന മൻ നേരെ പോകുന്ന എടുക്കാണ് ഉയർന്ന പടിയാവുന്ന ദലീൽ നസ്സിലേക്കോ ഇജ്മായിലേക്കോ ആയിരിക്കും. ഇനി മനുആത്തിനെ തൊട്ട് പിന്തുണ രൂപം എന്ന് വെച്ചാല് അവിടെ നഖലിയായ ഒരു ദലീൽ വന്നിട്ടുണ്ടാവും. ആ നഖലിയായിരിക്കുന്ന ദലീലിനെ അഖ്ലിയായ ദലീൽ കൊണ്ട് ശക്തിപ്പെടുത്തുക, അതാണിപ്പോ അതിലുണ്ടാവുക. അതാണ് അതിന്റെ രൂപം. ഒരു മിസാല് പറയട്ടെ. എന്താ മിസാല്? ബുറി എന്ന് പറയുന്നതിൽ പലിശ ഹറാമാകൂല എന്നാ പറയണത്. ഒരു ഉദാഹരണം പറയാം. ബുറിൽ പലിശ ഹറാമില്ലാന്ന്. അതിന് പറയുന്ന ഇല്ലത്തെന്താ? അത് അളക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞു. ഏതുപോലെയൊക്കെ ജിബിസ് പോലെ ജിബിസ് അളക്കപ്പെടുന്നുണ്ടല്ലോ. ആ ജിബിസിൽ എന്തില്ല? പലിശല്ലല്ലോ. അപ്പൊ മക്കീലാണ് ബുറിലുള്ളത്, അതിലും പലിശല്ല, ഹറാമില്ല എന്നൊരാൾ പറഞ്ഞു. മുസ്തദില് മക്കീലും പറഞ്ഞു. അപ്പൊ അതിനെ എതിർക്കുകയാണ് മുഅ്തരിദ്. ലാ നുസല്ലിമു അന്നൽ കൈല ഇല്ലത്തുൽ ഹദിമി ഹിർമിയത്തി റിബ ഹറാമാവാതിരിക്കലുള്ള ഇല്ലത്ത് കൈലാണോ? ആ കൈല് നമ്മൾ അംഗീകരിക്കൂല എന്ന് മുഅ്തരിദ് പറഞ്ഞു. ഇവിടെ മൻ ചെയ്തു. കാരണം എന്തുകൊണ്ട്? ലി വുജൂദിഹി, ഈ കൈൽ എന്ന് പറയുന്ന ഇല്ലത്തുണ്ടല്ലോ. എവിടെ ഉണ്ട്? ഫിൽ അർദി, അരിയിലുണ്ട്. മഅന്നഹു റിബവിയുൻ, അത് റിബവിയല്ലേ. അർസില് ഇല്ലത്തെന്താ? കയ്യിലുണ്ട്. അതോടുകൂടി റിബവിയാണ് അർസ്. അങ്ങനെ വെച്ച് നോക്കുമ്പോ താങ്കൾ ജിബിസിനോട് കിയാസാക്കിക്കൊണ്ട് അവിടെ കയ്യിലായിരിക്കെ അവിടെ പരിസല്ല എന്നും പറഞ്ഞ് ബുറിൽ പരിസല്ല ഹറാമാവല എന്ന് പറഞ്ഞ് ശരിയല്ല. അപ്പൊ ആ ഇല്ലത്തിന് മൻ ചെയ്തിട്ട് അതിനെ മൻ അയാളെ ദലീലൂടെ കൊണ്ടുവന്നു. ദലീക, പിന്നെ നീ കൊണ്ടുവന്ന ദലീല് എന്താ? ബുറിൽ പലിശയില്ല, ഹറാമാകൂല എന്നല്ലേ. ആ ദലീല് തേടുന്നത് എന്താ അറിയോ? അത് റസൂലുള്ളാഹിന്റെ ഹദീസിനോട് എതിരാ. അൽ ബുർറു ബിൽ ബുർരി അൽ ഹദീസ്. ഗോതമ്പിന് പകരം പലിശ വരുന്ന ഹദീസില്ലേ, അതിനെതിരല്ലേ താങ്കൾ കൊണ്ടുവന്ന ഈ വാദം? ശരിയല്ല എന്ന് മുഅ്തരിദിന് പറയാം. ഇങ്ങനെയാണ് മൻഇനെ പിന്തുക അല്ലെ മുന്തുക എന്ന് പറഞ്ഞു. മുന്തിന ആദ്യം പറഞ്ഞു. ഇപ്പൊ പിന്തുന പോലെ അല്ലെ ഇങ്ങനെയും പറയാം. നീ കൊണ്ടുവന്നതായ നിന്റെ ദലീലുണ്ടല്ലോ, അതായത് ഗോതമ്പിൽ എന്താണ് പലിശ ഹറാമില്ല എന്ന് നീ തെളിവ് വാദിക്കുന്ന ലക്ഷ്യം എതിരാണ്. ഹബീബാൻ ഇവിടെ വാക്കുള്ളത് അൽ ബുർറു ബിൽ ബുർരി റിബൻ എന്ന് ദലീൽ ആദ്യം പറഞ്ഞു. അത് പറഞ്ഞു കഴിഞ്ഞ ശേഷം പിന്നെ മൻഇയ്യ ലാ നുസല്ലിമോ, നമ്മൾ സമ്മതിക്കൂലോ. അന്നൽ കൈല് ഇല്ലത്തുൻ, അത് ദലീലാണ്, കാരണമാണ്. എന്തിന്? ഇല്ലത്തു അദ്മി ഇർമത്തി റിബ, പലിശ ഹറാമില്ല എന്നതിന് ഇല്ലത്താണ് കയ്യിലെന്ന് നമ്മൾ സമ്മതിക്കൂല. ഇങ്ങനെയാ മൻ ലാസ്റ്റ്. ആദ്യമാണ് മണ്ണ് മുന്നില്. ഇങ്ങനെയൊക്കെ വരിക. ഇതാണ് പറയേണ്ട കോലം. പിന്നെ ജവാബുഹു, എന്നാ മുഅ്തരിദിന് ഇങ്ങനെ തഖ്ദീമും തഅഖീറും ഉണ്ടെങ്കിൽ മുഅ്തരിദ് പറഞ്ഞു പോകുന്നു വിടൊന്നുമില്ല. മുഅ്തരിദിന് മറുപടി നന്നാക്കി കൊടുക്കണം. എന്താ മറുപടി കൊടുക്കുക അറിയോ? നല്ലൊരു മറുപടി മുഅ്തരിദിന് കൊടുക്കണം. എന്നാ കൊടുക്കുക.
ജവാബുഹു മുഅ്തരിദിന് കൊടുക്കേണ്ട മറുപടി അത്വഅനു ഫീ സനദിഹി. താങ്കൾ നെസ് കൊണ്ടുവന്നല്ലോ. എന്താ നെസ്? അൽറിബ അല്ല അൽ ബുർറു ബിൽ ബുർരി റിബ. ഈ ഹദീസ് കൊണ്ടുവന്നു. ഇത് നെസ്സല്ലേ? ഈ നെസ്സിന്റെ സനദിൽ ആക്ഷേപമുണ്ടെന്ന് പറയാ. എന്തുകൊണ്ട് ആക്ഷേപിക്കാം? ബിർസാൽ, അത് മുർസലായ ഹദീസല്ലേ? അല്ലെങ്കിൽ ഓരി ഒറ്റപ്പെട്ട ഹദീസ്, അല്ലെങ്കിൽ ഒരീബായ ഹദീസ്, ഇങ്ങനെയൊക്കെ പറയാം. അപ്പോ സനദില് ഇങ്ങനത്തെ കുഴപ്പങ്ങളുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിന് മറുപടി കൊടുക്കാം. അങ്ങനെ മുഅ്തരിദിനെ മുട്ടുകുത്തിക്കാം. അല്ലെങ്കിൽ എന്താ മറുപടി? ഒരു മറുപടി സനദില് ആക്ഷേപിക്കാം, കുറ്റപ്പെടുത്താം. അല്ലെങ്കിൽ മുആറദത്തു ലഹു, നെസ്സിനോട് എതിർക്കുക. ബി നെസ്സിൻ ആഖറ, മാർ നെസ് കൊണ്ടുവരിക. താൻ കൊണ്ടുവന്ന നെസ്സുണ്ടല്ലോ, അതേ നെസ്സിന് എതിരായിട്ട് വേറൊരു നെസ്സിനോട് കൊണ്ടുവന്ന് കൊടുക്കുക. ആ കൊണ്ടുവന്ന് കൊടുത്ത ആ അടക്കണേക്കും മുഅ്തരിദ് ആകെ ആപ്പ് പൊട്ടിപ്പോകും. അതിനിപ്പോ മറുപടി ഒരു മനസ്സിലാക്കിയെടുക്കാം അല്ലേ? അങ്ങനെ പറയാം. അപ്പൊ എന്താവും? ഫയതസാഖിതാനി അപ്പൊ അത് രണ്ടും എന്താണെന്നറിയാമോ? മുഅ്തരിദ് കൊണ്ടുവന്ന നെസ്സും പൊട്ടി, മുസ്തദില് കൊണ്ടുവന്ന നെസ് രണ്ടു പൊടവായി. അപ്പൊ ഞാൻ എന്താണ് ഉണ്ടാകുക? വയുസല്ലമുൽ അവ്വലു, മുസ്തദില് കൊണ്ടുവന്ന് സ്ഥാപിച്ച ദലീൽ ഇവിടെ സ്ഥിരപ്പെടും. അപ്പൊ മുസ്തദില് കഴിച്ചില്ലായി. ഇങ്ങനെ പരിപാടി. അപ്പൊ നെസ് മുആറദ് ചെയ്യാം. ഇങ്ങനെ മറുപടി ഉണ്ട്. അല്ലെങ്കിൽ വേറൊരു മറുപടി, മൂന്നാമത്തെ രൂപം ഔ മൻഉൽ ളുഹൂരി ലഹു. അല്ലെങ്കിൽ എന്ത് ചെയ്യാന്നറിയോ? നെസ് വെളിവാവൽ ഇല്ല എന്ന് പറയാം. ഇവിടെ നെസ് ഇല്ലല്ലോ. എവിടെ? ഫീ മഖ്സദിൽ മുഅ്തരിദി. മുഅ്തരിദ് ഉദ്ദേശിച്ച സ്ഥലം നോക്കുമ്പോ മുഅ്തരിദ് ഇപ്പോ എന്താണ്? നെസ്സിനെ കൊണ്ടുവരികയാണ്. പക്ഷേ ഇവിടെ നെസ് വെളിവാകുന്നില്ലല്ലോ. മുഅ്തരിദ് കൊണ്ടുവന്ന സ്ഥലത്ത് താങ്കളുടെ ഉദ്ദേശത്തിലൂടെ നെസ് വെളിവാകുന്നില്ലല്ലോ എന്ന് പറയാം. അതിന് ഉദാഹരണം ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വസ്സാഇമീന വസ്സാഇമാത്തി ആയത്തോതിട്ട് പറഞ്ഞല്ലോ. എന്ത്? രാത്രി നീയത്ത് വെക്കണമെന്നൊന്നും നിർബന്ധം ആയത്തിലില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ രാത്രി നീയത്തിനെ വെക്കണം, അത് വേണ്ട. നീയത്തുണ്ടായാൽ മതി, രാത്രി തന്നെ വേണം, അത് നിർബന്ധമൊന്നുമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുഅ്തരിദ് കൊണ്ടുവന്ന ഒന്നാണ് വസ്സാഇമീന വസ്സാഇമാത്തി എന്ന ആയത്ത്. ആ മുഅ്തരിദിന് കൊടുക്കണ മറുപടി എന്താ പറയുക? വസ്സാഇമീന വസ്സാഇമാത്തി എന്ന് താങ്കൾ കൊണ്ടുവന്ന ആ ആയത്തിന് എന്തില്ലാന്നറിയോ? ആ ആയത്തിൽ എന്തില്ല എന്ന് പറയാന്നറിയാമോ? ആ ആയത്തിൽ നിങ്ങൾ പറയുന്ന ഒരു നെസ്സടെ വെളിവാകുന്നില്ല, അതുകൊണ്ട് ആ കാര്യം പറയണ്ട. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ജവാബ് കൊടുക്കാം. അപ്പൊ മൂന്ന് വിധേനയാണ് മുഅ്തരിദിനോട് മറുപടി കൊടുക്കുന്നത്. ഒന്ന്, സനദ് കൊണ്ടുവന്നാൽ അത് മുർസലാണോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ കുറ്റപ്പെടുത്തി സനദ് പൊളിച്ചുവിടാം. അല്ല എങ്കിൽ നെസ് കൊണ്ടുവന്നാൽ മറ്റു നെസ് കൊണ്ട് എതിർക്കാം. അല്ലെങ്കിൽ താങ്കൾ ഓതിക്കൊണ്ടുവന്ന ആയത്താവട്ടെ ഹദീസാവട്ടെ അവിടെ നിന്നൊന്നില്ല, നെസ് വെളിവാകുന്ന പരിപാടിയേ ഇല്ല. ഇങ്ങനെ മൂന്ന് വിധനയായിരിക്കാം. അല്ലെങ്കിൽ ലഹു, അല്ലെങ്കിൽ നാലാമത്തൊരു വ്യാഖ്യാനമുണ്ട് മറുപടി. അല്ലെങ്കിൽ നെസ്സിനെ തഅ്വീൽ ചെയ്യുക ബി ദലീലിൻ, ഒരു ലക്ഷ്യം കൊണ്ടുവന്നിട്ട് ആ നെസ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ട് തഅ്വീൽ ചെയ്യുക. അപ്പൊ തഅ്വീൽ ചെയ്യേണ്ട നെസ്സായിരിക്കും അത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ മുഅ്തരിദിനൊന്നും പറയാൻ കഴിയുകയില്ല. അവിടെ കഴിഞ്ഞു. അപ്പൊ വസാദുൽ ഇഅ്തിബാറിന്റെ ഭാഗം കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഒമിൻഹ, ആ ഖവാദികളിൽ പെട്ടതാണല്ലോ മൻഉ ഇല്ലിയത്തിൽ വസ്ഫി, വസ്ഫ് ഇല്ലത്താകാൻ പറ്റൂല എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഐ മൻഉ കൗനിയിൽ ഇല്ല, വസ്ഫ് ഇല്ലത്താവലിനെ തടയുക എന്നതാണ് മൻഉ ഇല്ലിയത്തിൽ വസ്ഫി എന്നതിന്റെ അർത്ഥം. വസ്ഫ് ഇല്ലത്താവുക, അത് തടയുകയാണ് ഖവാദിയിൽപ്പെട്ടതാണ്. വൈസമ്മ, ഇങ്ങനെ മൻഉ ഇല്ലിയത്തിൽ വസ്ഫിന് പറയുന്ന പേരുണ്ട് അൽ മുത്വാലബത, തേടപ്പെടുന്നു. എന്തുകൊണ്ട്? ബി തസീഹിൽ ഇല്ലത്തി, ഇല്ലത്ത് സഹിയാക്കി തരൽ കൊണ്ട് തേടുക എന്നുള്ളതും കൂടി ഇതിനർത്ഥമുണ്ട്. അങ്ങനെയാണല്ലോ ഇവിടെ കൊണ്ടുവന്നത് ഇപ്പൊ ശരിയല്ല,
എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ശരിക്കുള്ളൊരു ഇല്ലത്ത് കൊണ്ടുപോവാ എന്നല്ലേ? അപ്പൊ അതുകൊണ്ട് അൽ മുതാലബത്ത് ബി തസ്ദീദ് ഇല്ല എന്ന് പേര് വെക്കാം. അപ്പോ അൽ അസഹു പല അഭിപ്രായം അതിലുണ്ട്. എങ്കിൽ അസഹായ അഭിപ്രായം ഖബൂലുഹു, ഇത് സ്വീകരിക്കാൻ പറ്റുമല്ലേ? ഈ മൻഇല്ലിയത്തിൽ സ്വീകരിക്കാൻ പറ്റുമല്ലേ? പറ്റും എന്നതാണ് അസഹായ അഭിപ്രായം. അപ്പൊ അതെന്താണ്? ഖാദിഹായി നിൽക്കും. എന്താണ്? ഖാദിഹായിട്ട് വരുമ്പോ പറ്റൂല. എന്താ കാരണം? ഇല്ല, അങ്ങനെ അല്ലാന്ന് വെക്കുക. സ്വീകരിക്കൂല എങ്കിൽ കുഴപ്പം പറ്റും. എന്താ കുഴപ്പം? അദ്ദൽ ഹാൽ, അവസ്ഥ കൂട്ടി ചേർത്തും. ഇലാ തമസുക്കിൽ മുസ്തദില്ലേ, ലക്ഷ്യം പിടിക്കുന്ന ആൾക്ക് പിടിക്കാം. ബിമാ ഷാ, അവൻ ഉദ്ദേശിച്ചുകൊണ്ട് പിടിക്കാം. മിനൽ ഔസാഫി, ഇവിടെ കൊണ്ടുവന്ന വസ്ഫിൽ നിന്ന് ഏതാണോ അവൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തെളിവാക്കിയിട്ട് പിടിക്കാം എന്നതിലേക്ക് അവസ്ഥ ചേർക്കും. എന്താ അങ്ങനെ ഉദ്ദേശത്തോട് പിടിക്കാതെ വരുന്നത്? ലി അംനിഹി, അവനക്ക് നിർഭയത്വം ഉണ്ടായതുകൊണ്ട്. അൽ മൻ, ആ മൻഎനെ ഇവിടെ മന്ന് ചെയ്യൂല ആരും. അപ്പൊ അതുകൊണ്ട് എനിക്ക് പറ്റിയത് കൊണ്ടുവരാലോ എന്ന് വരും. മന്ന് ചെയ്യുമ്പോഴോ അപ്പൊ അങ്ങനെ കൊണ്ടുവരൂല. അതാണ് പറഞ്ഞത് കബൂൽ ചെയ്യാ എന്ന് പറഞ്ഞത്. ഇല്ല, ഇനി അങ്ങനെ അല്ലെങ്കിലോ? അല്ല, വക്കീല പറയപ്പെട്ടിട്ടുണ്ട്. ഇല്ല, കഴിഞ്ഞു. വക്കീല പറയപ്പെട്ടു ലാ യുഖ്ബലു, കബൂൽ ചെയ്യൂല. എന്താ കബൂൽ ചെയ്യാത്തത്? ലി അദായിഹി, അത് കൂട്ടുന്നുണ്ട്, ചേർക്കുന്നുണ്ട്. എന്തിലേക്ക്? ഇല്ലൽ ഇന്തിശാരി, അതാകെ വ്യാപിക്കും. എന്തുകൊണ്ടാ ഇന്തിശാർ ഉണ്ടാവുക? ബി മൻഇ കുല്ലിമാ ഇദ്ദഇ ഇല്ലിയതുഹു, അവൻ വാദിക്കുന്നതൊക്കെ ഇല്ലത്താണെന്ന് വാദിക്കുന്ന ഏതെല്ലാം ഉണ്ടോ അത് മുഴുവൻ മൻഅയണം. അത് മുഴുവനും മൻഇ ചെയ്തുകൊണ്ടുള്ള ഇന്തിശാറോടെ വരും. അങ്ങനെ ഇന്തിശാർ ആവാതിൽ പ്രയാസമല്ലേ? അപ്പൊ അതുകൊണ്ട് എന്ത് വേണ്ട? അത് സ്വീകരിക്കണ്ട, അവൻ ഇന്തിശാർ ഉണ്ടാവുകയില്ലല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ അതിന് മറുപടി നമുക്ക് നൽകുക. എങ്ങനെ അറിയോ? ഇന്തിശാർ എന്തിനാണ് ഇവിടെ തേടപ്പെടുന്നത്? എന്താ? ഇത് വാത്തിലാക്കല്ലേ? ഈ തേടപ്പെടുന്നത് പൂർത്തിയാവണമെങ്കിൽ ഇന്തിശാർ വേണ്ടി വരും. അപ്പൊ ഇന്തിശാറിന് കുഴപ്പമില്ലല്ലോ. നിങ്ങൾ ഇന്തിശാറിന് സ്വീകരിക്കൂല എന്ന് പറയുന്നത് മറുപടി. എങ്കിൽ അസഹായ അഭിപ്രായം കബൂലാണെന്ന് പറയുമ്പോ ഇനി ജവാബുഹു, അതിനുള്ള മറുപടി, അത് കബൂലാന്ന് വെക്കുമ്പോൾ അതിന് മറുപടി കൊടുക്കണം. ഇസ്ബാത്തിഹി, അത് സ്ഥിരപ്പെടുത്തിക്കൊണ്ടാണ് മറുപടി കൊടുക്കേണ്ടത്. ഐ ബി ഇസ്ബാത്തി കൗനിഹി, ആ വസ്ഫ് ആവുക, അൽ ഇല്ലത്ത, ഇല്ലത്താവുക, ബി മസിലക്കും മിൻ മസാലിക്കിഹൽ മുഖ്തഖദ്ദിമതി, മുമ്പ് പറഞ്ഞ ഇല്ലത്തായി വരാൻ പറ്റുന്ന ഏതെല്ലാം വഴികളുണ്ടോ അത്തരം വഴികൾ ഏതെങ്കിലും ഒരു വഴി കൊണ്ട് ഇത് ഇല്ലത്താവാൻ പറ്റും എന്ന് സ്ഥാപിച്ചു കൊടുത്തുകൊണ്ടാണ് അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്കൊരു മിസാലാണ് കൊടുത്താൽ അതാണ് ഫിറ്റാകും. അപ്പൊ അവൻ തിരിയും ചെയ്യും. എന്താ മിസാൽ എന്നറിയോ? മുസ്തദില് പറയുന്നു അർസിൽ റിബ ഹറാമാണ് എന്ന്. ഏതുപോലെ? ബുറ് പോലെ. അപ്പോ അർസ് എന്ന് പറയുന്നത് ഫറുമാണ്, ബുറ് എന്ന് പറയുന്നത് അസ്ലുമാണ്. ഹറാമാണ് റിബ. റിബ എന്ന് പറയുന്ന റിബ ഹറാമാണെന്ന വിഷയത്തിലാണ് ഖിയാസ്. ഇല്ലത്ത് തൊഴുമാണ്. ഇല്ലത്തി തൊഴുമി, അർസും തൊഴുമാണ്, ബുറും തൊഴുമാണ്. രണ്ടിലുമുള്ളതായ ജാമിയായ ഇല്ലത്ത് തൊഴുമായതുകൊണ്ട് ബുറിൽ പലിശയുണ്ട്, അർസിലും പലിശയുണ്ട്. ബുറിൽ പലിശ ഹറാമാണല്ലോ. അപ്പൊ അർസിലും എന്താണ്? പലിശ ഹറാമാണെന്ന് മുസ്തദില് സ്ഥാപിച്ചു. ഈ മുസ്തദില് ഈ ദലീലുമായി ഇവിടെ വന്നപ്പോ കൊടുക്കുന്നു, മുഅ്തരിദ് വരുന്നു, ലാ ഉസല്ലിമു അന്നൽ ഇല്ലത്ത തൊഴുമോ, തുഴമാണ് താങ്കൾ ഇല്ലത്താക്കിയത്, അത് നമ്മൾ സമ്മതിക്കൂലട്ടോ. അതല്ല അവിടെ ഇല്ലത്ത്. പിന്നെ ബൽഹിയൽ കയ്യിൽ, അവിടെ അളത്തമാണ്. ബുറില് എന്താണ് ഇല്ലത്ത്? കയ്യിലാണ്, അളന്നു കൊടുക്കലാണ്. അങ്ങനെ വരുമ്പോൾ അർസിലുമുണ്ട് കയ്യില്. ഇങ്ങനെയാണ് ഇല്ലത്ത്. അപ്പോ മുസ്തദില് കൊണ്ടുവന്ന ഇല്ലത്തിനെ മൻഇ ചെയ്തു മുഅ്തരിദ്. അങ്ങനെ മൻഇ ചെയ്യുമ്പോൾ ആ മൻഇന് കൊടുക്കേണ്ട മറുപടി ഇപ്പൊ എന്താ? അപ്പൊ മുസ്തദില് മറുപടി കൊടുക്കുന്നു. എന്താ മറുപടി കൊടുത്തത് അറിയോ? സബത്തത്ത് ഇല്ലിയത്ത് തുഴ്മ്, താങ്കൾ
തുഴമിനെ തടയൽ ശരിയല്ല. ഞാൻ പറഞ്ഞ തുഴമു ഇല്ല തന്നെയാണ്. അത് സ്ഥിരപ്പെട്ട കാര്യമാണ്, വെറുതെ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അത്വആമു ബിത്വആമി റിബൻ. അത്വആമു ബിത്വആമി റിബൻ എന്ന് പറയുമ്പോ എന്താ അർത്ഥം? ത്വആമു എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കാൻ പറ്റുന്ന സാധനമല്ലേ. ഭക്ഷിക്കാൻ പറ്റുന്ന സാധനം ഭക്ഷണത്തിന് പകരം വിൽക്കുമ്പോൾ പലിശ വരും. ബുറ് പിന്നെ ഭക്ഷിക്കാൻ പറ്റുന്നതല്ലേ, അറുസും ഭക്ഷിക്കാൻ പറ്റുന്നതല്ലേ. അപ്പൊ അത് തുഴമല്ലേ ഇല്ലത്ത്? റസൂൽ പറഞ്ഞ ഈ ഹദീസ് കൊണ്ട് വ്യക്തമായതല്ലേ. അപ്പൊ മുഅ്തരിദിന് മറുപടി കൊടുത്തു. അപ്പൊ മുസ്തദിൽ ആദ്യം പറഞ്ഞ തുഴമ തന്നെ ഇല്ലത്തായി സ്ഥാപിച്ചു കൊടുത്തു. ഇങ്ങനെയാണ് മറുപടി. ഓ മിൻഹു, ഇനി അതിൽപ്പെട്ടതാന്ന് പറയും, മൻഇൽപ്പെട്ടതാണ്. മൻഇൽപ്പെട്ടതാണ് മുത്തലഖൻ നൽക്ക്. മുത്തലഖ് ഒരു കൈതും അവിടെ അല്ല. അപ്പൊ മൻഇൽപ്പെട്ടതാണ് എന്ത്? മൻഉ വസ്ഫിൽ ഇല്ലത്തി, ഇല്ലത്തിന്റെ വസ്ഫിനെ തടയുക. ഇല്ലത്തല്ല, ഇല്ലത്തിന്റെ വസ്ഫിനെ തടയുക എന്ന് പറഞ്ഞാൽ ഐ മുനി ആ തടയപ്പെട്ടു. എന്ത്? അന്നഹു നിശ്ചയമായിട്ടും വസ്ഫ് മുഅ്തബറും ഫിഹ ഇല്ലത്തിൽ പരിഗണിക്കപ്പെടുന്നതാണ് എന്നുള്ളത് തടയപ്പെട്ടു. ഉഹുവ മഖ്ബൂലുൻ ജസ്മൻ, ആ മൻഅ് ഉറപ്പായിട്ടും സ്വീകരിക്കപ്പെടുന്നതുമാണ്. അപ്പൊ മൻഇൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. അതിന് ഉദാഹരണം പറയട്ടെ. കഖൗലിന ഫീ ഇഫ്സാദി സൗമി ബിഗൈരിൽ ഇജ്മാഇ അൽ കഫാറത്തു ലിസ്സജ്രി അനിൽ ജിമാഇൽ മഹ്ദൂരി ഫി സൗമി ഫവജബ ഇഖ്തിസാസുഹാ ബിഹി കൽ ഹദ്ദി. ഇതാണ് ഇപ്പൊ അതിന്റെ ഉദാഹരണം. ഇല്ലത്തിന്റെ വസ്ഫിനെ മൻഅ് ചെയ്തിട്ട് പറയുന്ന ഉദാഹരണം നോക്കുക. എന്താ പറഞ്ഞത്? നോമ്പിനെ ഫസാദാക്കി. എന്തുകൊണ്ട് ഫസാദാക്കി? ജിമാ അല്ലാത്തത് കൊണ്ട് ഫസാദാക്കി. ജിമാ അല്ലാത്ത ഏതുപോലെ? കൽ അഖിലി, തിന്നും പോലെ, അല്ലെങ്കിൽ ഉള്ളിലേക്ക് വല്ല തടി ചേർത്തുക ഒക്കെ ആവാലോ. ജിമാ അല്ലാത്ത ഏതെല്ലാം നോമ്പിനെ മുറിക്കുന്ന കാര്യമുണ്ടോ അതിന്റെ സാമ്പിൾ ഉദാഹരണം അഖില് പറഞ്ഞു. ഇതുപോലെയുള്ള കാര്യങ്ങളെ കൊണ്ട് നോമ്പ് ഫസാദാക്കി. ഇങ്ങനെ ഫസാദാക്കുന്നതിൽ എന്തുകൂടാതെ മിൻ ഗൈരി കഫാറത്തിൻ, കഫാറത്ത് കൂടാതെ. കഫാറത്ത് എന്തില്ല അവിടെ? ഇല്ല. നോമ്പ് ഫസാദാക്കിയിട്ടുണ്ട്, കഫാറത്തില്ല. ഫസാദാക്കിയത് ജിമാ അല്ലാത്തത് കൊണ്ടാണ്. ഇങ്ങനത്തെ ഒരു നോമ്പിൽ പറയുന്നു കഫാറത്ത് എന്ന് പറയുന്നത് ശുരിഅത്ത് അതിനെ ശറഅാക്കപ്പെട്ടിരിക്കുന്നു. ലിസ്സജ്രി അനിൽ ജിമാ അൽ മഹദൂരി ബിസ്സൗമി, നോമ്പിൽ പേടിക്കപ്പെടുന്നതായ കാര്യമാണല്ലോ ജിമാ. അത്തരം ഒരു ജിമാനെ തൊട്ട് തടഞ്ഞു നിൽക്കുവാൻ വേണ്ടിയിട്ടാണ് കഫാറത്ത് വെച്ചത്. അപ്പോ ഫവജബ ഇഖ്തിസാസുഹാ ബിഹി, ആ ജിമാ കൊണ്ട് നോമ്പ് ബാത്തിലാക്കിയാൽ ആ നോമ്പ് ബാത്തിലാക്കുന്നിടത്തേക്ക്, ജിമാ കൊണ്ട് ബാത്തിലാക്കുന്നിടത്തേക്ക് പ്രത്യേകമായതാണ് കഫാറത്ത്. അപ്പൊ ജിമാ കൊണ്ട് കഫാറത്ത് പ്രത്യേകമാവുക എന്നുള്ള നിർബന്ധമായി. ഏതുപോലെ? കൽ ഹദ്ദി, ഖിയാസ് ഹദ്ദ. ഫർഇ ഏതാണ്? ഇഫ്സാദ് സൗമാണ്. അപ്പൊ ഇവിടെ ഇഫ്സാദ് സൗമല്ല, കഫാറത്തിനെ ഇപ്പൊ എന്തിനോടാക്കി? ഹദ്ദിനോട് ഖിയാസാക്കി. അപ്പൊ കഫാറത്ത് ഫർഇ, ഹദ്, മഖീസ് അലിയൊക്കെ വരും. നോക്കുക, ഉദാഹരണം കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്നഹു ഹദ് ശുരിഅ, ഹദ്ദടി എന്തിന് ശറഅാക്കപ്പെട്ടു ചോദിച്ചാല് ലിസ്സജ്രി അനിൽ ജിമാഇ സിനൻ, സിനൻ അഭിഹിത ബന്ധം എന്ന നിലപാടിലൂടെ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെടുന്ന ജിമാഇനെ തൊട്ട് തടയാൻ വേണ്ടിയിട്ടാണല്ലോ ഹദ് വെച്ചത്. ഹദ് മുഖ്തസും ബിദാലിക, ആ ജിമാ കൊണ്ട് പ്രത്യേകമായതന്നല്ലേ ഹദ്. അപ്പൊ എറിഞ്ഞു കൊല്ലണം. എന്തിന്? വ്യഭിചരിച്ചു. അപ്പൊ വ്യഭിചാരം കൊണ്ട് മാത്രം ബന്ധമായി നിൽക്കുന്ന ജിമാ ഉണ്ട്. ആ ജിമാവിനോട് ബന്ധം മാത്രം പ്രത്യേകമായതല്ലേ ഹദ്. എന്നതുപോലെ ജിമാ കൊണ്ട് നോമ്പ് ഫസാദാക്കി.
അപ്പൊ ആ ജിമാ കൊണ്ട് പ്രത്യേകമാവുന്ന ഒന്നാണ് കഫാറത്ത്. മറ്റു വല്ലതുകൊണ്ട് ഫസാദാക്കിയാൽ കഫാറത്തില്ല. ഇങ്ങനെയാണ് ഇവിടെ എന്ത് ചെയ്തത്? ഉദാഹരണം പറഞ്ഞു. ഇനി ഇവിടെ മന്ന ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഗഫാറത്ത് ഹദ് പോലെ ആക്കി വെച്ചു. അപ്പൊ ഗഫാറത്ത് മക്കീസ്, ഹദ് മക്കീസ് അലൈഹി. പിന്നെ ജിമാ കൊണ്ട് എന്താവുക? പ്രത്യേകമാവുക എന്നുള്ളതാണ് ഹുക്മ്. ഇല്ലത്താണെങ്കിലോ സജ്റുമാണ്. എല്ലാത്തിലും ജിമാനെ തൊട്ട് തടയുക, എല്ലാത്തിലും ഹദ്ദും ഗഫാർ നിർമ്മാണം ജിമാ കൊണ്ട് പ്രത്യേകമായതുമാണെന്നും വെച്ചു. ഇങ്ങനെ ഖിയാസാക്കിക്കൊണ്ട് ഈ പറഞ്ഞ വാക്കിന് ഇനി ഇവിടെ മൻ ചെയ്യാൻ പോകുകയാണ്. ഫയഖാലു, അപ്പൊ മുഅ്തരിദ് പറയപ്പെടും എന്ന് പറഞ്ഞാൽ മുഅ്തരിദാണല്ലോ പറയില്ല. നുസലിമോ, മുസ്തദിലിനോട് പറയാ താങ്കൾ പറഞ്ഞ വാക്കൊന്നും നമ്മൾ അംഗീകരിക്കില്ല, നമ്മൾ സമ്മതിക്കൂല. എന്ത്? അന്നൽ കഫാറത്ത ശരീഅത്തിൽ സജ്റിൽ ജിമായി ബിഖുസൂസിഹി. കഫാറത്ത് എന്ന് പറയുന്നത് ഷറാക്കിയത് ജിമായിനെ തൊട്ട് സജ്ർ ചെയ്യാനാണല്ലോ എന്നല്ലേ പറഞ്ഞത്. അത് ജിമാ കൊണ്ട് മാത്രം പ്രത്യേകമായതാണ് എന്നും നമ്മൾ സമ്മതിക്കൂല. കഫാറത്ത് ഷറാക്കിയ സജ്റിനാണെങ്കിലും അത് ജിമാ കൊണ്ട് മാത്രം പ്രത്യേകമായതല്ല. പിന്നെയോ ബൽ അനിൽ ഇഫ്താരിൽ മഹ്ദൂരി ബിഹി, നോമ്പിൽ പേടിക്കപ്പെടുന്ന ഏതെല്ലാം ഇഫ്താറുകളുണ്ടോ അതിനെ തൊട്ടെല്ലാം സജ്ർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കഫാറത്ത് വെച്ചത്. അപ്പൊ ഖുസൂസിയത്തിന് മൻ ചെയ്തു. ബി ജിമായിൻ ഔ ഗൈരിഹി, ജിമാ കൊണ്ടാവാം അല്ലാത്തത് കൊണ്ടുപോവാം നോമ്പിനെ ഫസാദാക്കല്. അത്തരം കാര്യം തൊട്ടൊക്കെ സൂക്ഷിക്കണം, അവിടെ തടയണം. അതിനു വേണ്ടിയാണ് കഫാറത്ത് വെച്ചത് എന്നല്ല നിങ്ങൾ പറഞ്ഞതുപോലെ ജിമാ കൊണ്ട് മാത്രം പ്രത്യേകമായിട്ട് ആ ജിമാനെ തടയാൻ വേണ്ടി വെച്ചതല്ല. അവിടെ മൻ ചെയ്തു. ഇങ്ങനെ ഇല്ലത്തിന്റെ വസ്ഫേദ ജിമാ ആണ്. ഇല്ലത്തിന്റെ വസ്ഫ് ജിമാ ആണ്. അപ്പൊ ആ ജിമാ എന്ന് പറയുന്നത് എന്താവുക? വസ്ഫ്. ആ വസ്ഫ് ഇല്ലത്താവുക. ആ ഇല്ലത്തിൽ ആ വസ്ഫിനെ പരിഗണിക്കുക എന്നുള്ളത് ശരിയല്ല. ഇല്ലത്തേതാ? ജസറ. അപ്പൊ ആ ജസറി എന്ന് പറയുന്ന ഇല്ലത്തിൽ ജിമാ എന്ന് പറയുന്ന വസ്ഫിനെ പരിഗണിക്കുക എന്നുള്ളത് നടക്കൂല. ഇവിടെ മറ്റേതും. എന്നാ ഇനിവിടെ മറുപടി കൊടുക്കണ്ടേ? ജവാബുഹു, ഇങ്ങനെ മുഅ്തരിദ് പറഞ്ഞാൽ മുസ്തദിൽ അതിന് മറുപടി കൊടുക്കണം. ബി തബീനി ഇഅ്തിബാർ ഖുസൂസിയ്യത്തി, ഖുസൂസിയത്തിന് ഇയാൾ മന്ന് ചെയ്യുമ്പോൾ അല്ല ഇവിടെ ഖുസൂസിയത്ത് പരിഗണനയാണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി. എന്ന് പറഞ്ഞാൽ അൽ ഖുസൂസിയത്തിന്റെ അർത്ഥം ഐ ഖുസൂസിയത്തിൽ വസ്ഫി, വസ്ഫിനെ പ്രത്യേകമാക്കി പരിഗണിക്കണം. എവിടെ? ഫിൽ ഇല്ലത്തി, ഇല്ലത്തില്. അപ്പൊ സജ്ർ എന്ന് പറയുന്ന ഇല്ലത്തിൽ ജിമാ എന്ന് പറയുന്ന വസ്ഫിന്റെ ഖുസൂസിയത്ത് വെക്കണം. അതെങ്ങനെ പറയാന്ന് ചോദിച്ചാൽ കൈ യുബയ്യന, മുസ്തദില് വ്യക്തമാക്കി കൊടുക്കും പോലെ. എന്തിനെ? ഇഅ്തിബാറുൽ ജിമാ, ജിമാ എന്ന് പറയുന്ന സിഫത്തിനെ പരിഗണിക്കണം. എവിടെ പരിഗണിക്കണം? ഫിൽ കഫാറത്തി, കഫാറത്തി എന്ന് പറയുന്ന മഖീസിൽ. എന്തുകൊണ്ട് പരിഗണിക്കണം? ബി അന്ന ശാരിഅ, നിശ്ചയമായിട്ടും ശാരിഅയെ. ആ പരിഗണന വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? നിശ്ചയം ശാരിഅ റത്തബഹ, കഫാറത്ത് എന്നതിനെ ക്രമീകരിച്ചത് അലൈഹി, ജിമാഇന്റെ മേലിലാണ്. എവിടെയാണ് കിട്ടിയത്? ഹൈസു അജാബ ബിഹ, കഫാറത്ത് കൊടുക്കണമെന്ന് ഉത്തരം ഷാരി നൽകിയിടത്ത്. ആരോട്? മൻ, ഒരാളോട്. സഅലഹു, അയാൾ വന്ന് നബിയോട് ചോദിച്ചു. എന്തിനെ കുറിച്ച് ചോദിച്ചു? അൻ ജിമാഇഹി, നോമ്പിന്റെ പകരിൽ തന്റെ മണവാട്ടിയുമായി ആ ബന്ധം ഏർപ്പെട്ടു, നോമ്പ് മുറിച്ചു, എന്ത് ചെയ്യണം അറിയില്ല. അതിന്റെ പ്രതിവിധി തേടിക്കൊണ്ട് ചോദ്യം ചോദിച്ചു വന്ന ആളോട് നബി പറഞ്ഞ് കഫാറത്ത് കൊടുക്കണോന്നാ. അപ്പൊ ആ ജിമായിന് ആണ് നബി തങ്ങളുടെ കഫാറത്ത് തർത്തീബാക്കിയത്. അപ്പൊ ആ കഫാറത്ത് എന്നുള്ളത് എന്തിനോട് മാത്രം പ്രത്യേകമായതാണ്? ജിമായിനോട് മാത്രം പ്രത്യേകമായതല്ലേ? അപ്പൊ ആ ജിമാ എന്ന് പറയുന്ന ആ ഖുസൂസിയത്ത്, ആ കഫാറത്ത് ജിമാ എന്ന് പറയുന്ന ഖുസൂസിയത്ത്. അപ്പൊ ആ ഖുസൂസിയത്തിനെ കഫാറത്തിൽ എന്താക്കി? പരിഗണിച്ചു. അപ്പൊ സജ്റിന്റെ ഇല്ലത്തിൽ എന്താക്കി വരാം? ജിമാ എന്ന് പറയുന്ന വസ്ഫിനെ പരിഗണിച്ചു കഫാറത്തിന്റെ കാര്യത്തിൽ എന്ന് വിശദീകരിച്ചു കൊടുക്കുക. ഇങ്ങനെ വിശദീകരണം നൽകുമ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ, മുമ്പ് എവിടെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഈമായിൽ പറഞ്ഞിട്ടുണ്ട്.
മസാലിക്കിന്റെ കൂട്ടത്തിൽ ഈമാഗ് എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അവിടെ ചർച്ച ചെയ്തപ്പോ അവിടെ പറഞ്ഞു പോയിട്ടുണ്ട് ആ കാര്യം. അപ്പോ ഇങ്ങനെ പറയപ്പെടാം എന്തെന്നറിയാമോ? ഷാരി ജിമായിന്റെ മേലിൽ എന്താക്കി? കഫാറത്തിനെ ക്രമീകരിച്ചു കൊണ്ടുവന്നു. ആ ക്രമീകരണം ലാ യസ്തൽജിമു ഇഖ്തിസാസുഹാ ബിഹി, ജിമാ കൊണ്ട് കഫാറത്ത് പ്രത്യേകമാകും എന്നതിനെ ലാസിമാക്കൂലല്ലോ എന്നുമാണെങ്കിൽ പറയാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഹദീസ് എന്നുള്ള മഫ്ഹൂം എന്താ? ജിമാ എന്ന് പറയുന്നത് കഫാറത്തിന് നിർബന്ധമാക്കുന്നതാണെന്ന് വെക്കുക. പിന്നെ എന്തല്ല, ജിമാ മാത്രമേ കഫാറത്തിന് നിർബന്ധമാക്കൂ എന്നല്ല. ഇങ്ങനെയൊക്കെ പറയാൻ വേണമെങ്കിൽ ഏതായാലും ജവാബ് ഇങ്ങനെ കൊടുക്കാം. ആ ജവാബിനെ ഗണ്ണിക്കാൻ ഇങ്ങനൊരു മാർഗമുണ്ടെന്ന് ഷറിൽ നോക്കിയാൽ കിട്ടും. അപ്പൊ എന്താ ഇവിടെ? അപ്പോ ഇത്തരം ഇത്റാദ് കൊണ്ട് ഇത്റാദ് നടത്തിയ ആളായി യുനഖിഹുൽ മനാത്ത, മനാത്തയെ, അത് പറഞ്ഞാൽ ഹുക്മിന്റെ ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തെ കടഞ്ഞ് തെളിയിച്ച് മുത്താക്കിയതുപോലെയായി. എന്തുകൊണ്ട്? ബിഹദ്ഫി ഖുസൂസൽ വസ്ഫി, ജിമാ എന്ന് പറയുന്ന വസ്ഫിന്റെ ഖുസൂസിയത്തിനെ കളഞ്ഞു. എന്തിനെ തൊട്ട് കളഞ്ഞു? അനിൽ ഇത്തിബാരി, ഹുക്മിൽ അല്ലെങ്കിൽ എന്താന്ന് ഇല്ലത്തിൽ പരിഗണിക്കുക. ആ പരിഗണനയും വിട്ടിട്ട് വസ്ഫിന്റെ ഖുസൂസിനെ അങ്ങോട്ട് കളഞ്ഞിട്ട് എന്താക്കിയെന്നറിയാമോ? കഫാറത്ത് എന്ന് പറയുന്നത് ജിമായിനെ മാത്രം തടയുക എന്നതല്ല, നോമ്പിനെ മുറിക്കുന്ന ഏതെല്ലാം കാര്യമുണ്ടോ അത്തരം കാര്യങ്ങൾ തൊട്ടൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചു. അപ്പൊ ആ ഖുസൂസിനെ കളഞ്ഞപ്പോ ഹുക്മിന്റെ മനാത്തിന് നല്ലോണം ശുദ്ധീകരിച്ചത് പോലെയായി മൊയ്ത്തരുത്. അപ്പൊ മുസ്തദില്ലോ എന്നാണ്. വൽ മുസ്തദില്ലോ, മുസ്തദില് ആയി ഒക്കെ അന്നൽ മൊയ്ത്തരില യുനഖിഹുൽ മനാത്ത എന്ന് പറയുമ്പോൾ വൽ മുസ്തദില്ല എന്ന് വേണമെങ്കിൽ വായിക്കാം, വിരോധമൊന്നുമില്ല. വൽ മുസ്തദില്ലു യുഹഖിഖുഹു, യുഹഖിഖുഹു, മുസ്തദിൽ ആ ദലീലിന്റെ മനാത്തയെ ഉറപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ്. എങ്ങനെ ഉറപ്പിച്ചത്? ബിതബീനിഹി, നല്ലോണം വ്യക്തമാക്കി കൊടുത്തു. എന്തിനെ? ഇഅ്തിബാറ ഖുസൂസിയത്തുൽ വസ്ഫി, വസ്ഫിന്റെ ഖുസൂസിയത്ത്, അഥവാ ജിമാ കൊണ്ട് മാത്രം പ്രത്യേകമാണ് കഫാറത്ത്. അപ്പൊ ആ വസ്ഫിന്റെ ഖുസൂസിയത്തിനെ പരിഗണിക്കും എന്ന് വ്യക്തമാക്കി കൊടുത്തു മുസ്തദിൽ. അങ്ങനെ ഉറപ്പിച്ചു. മുഅ്തരിദാണെങ്കിലോ ഖുസൂസിയത്ത് കളഞ്ഞിട്ട് മനാത്തയെ ശുദ്ധീകരിക്കാനും ശ്രമിച്ചവനെ പോലെയായി. അങ്ങനെ കഴിഞ്ഞു. ചില ഭാഗങ്ങൾ വിശദീകരിക്കുമ്പോ നല്ലോണം വിശദീകരിക്കേണ്ട ഘട്ട. മിനൽ മൻഇ, ഇനി മൻഇൽപ്പെട്ടതാണ് മറ്റൊരിനം. എന്ത്? മൻഉ ഹുക്മിൽ അസ്ലി, അസ്ലി അത് പറഞ്ഞ മഖീസ് അലി, ആ അസ്ലിന്റെ ഹുക്മിനാണ് മൻഇയ. അവിടെ എല്ലാന്ന് പറയാ. വഹുവ, ഈ മൻഉ അൽ മസ്മൂ, വഹുവ അൽ മസ്മൂ സ്വീകരിക്കപ്പെടുന്നതാണ്. അപ്പൊ അതിന് ഉദാഹരണം കായ്യഖുൽ ഹനഫിയു, ഹനഫി മദ്ഹബുകാരൻ പറയാ അൽ ഇജാറത്തു, വാടക എന്നാൽ അഖ്ദുൻ, അതൊരു ഇടപാടാണ്. എന്തിന്റെ മേല്? അലാ മൻഫഅത്തിൻ, ഒരു ഉപകാരത്തിന്റെ മേൽ. അപ്പൊ ഒരു വീടോ വണ്ടിയോ ഒക്കെ വാടക കൊടുത്താൽ ഉപകാരല്ലേ? ഇങ്ങനെ മൻഫഅത്തിന്റെ മേൽ നടത്തുന്ന ഒരു ഇടപാടാണ് ഇജാറത്ത്. അപ്പോ എന്താകും? ആ ഇജാറത്ത് ഫതബ്തുലു, ഇജാറത്ത് ബാത്തിലാകും. എന്തുകൊണ്ട് ബാത്തിലാകും? ബിൽ മൗത്തി, മരിക്കൽ കൊണ്ട്. ഏതുപോലെ? കന്നിക്കാഹി, നിക്കാഹ് പോലെ. ഇജാറത്ത് ഫറ, നിക്കാഹ് അസ്ലി, ജാമിഅ് മൗത്ത്, വിധി ബുത്ലാൻ. ഇതാണ് ഇപ്പൊ ഹനഫി മദ്ഹബുകാർ പറയുന്നത്. മരിച്ചാൽ ആ നിക്കാഹ് പോയില്ലേ എന്നതുപോലെ മരിച്ചാൽ ഇജാറത്തും പോയില്ല പറഞ്ഞു. ഫയുഖാലുഹു, അപ്പോ അതിന് കൊടുക്കും മറുപടി മുസ്തദില്ലേ? അങ്ങനല്ല. അന്നിക്കാഹു, നിക്കാഹ് എന്ന് പറഞ്ഞാൽ ലായിബുത്തുൽ ബിൽ മൗത്തി, മരിച്ചാൽ ബാത്തിലാവുന്ന കാര്യമൊന്നും അല്ലത്. പിന്നെ എന്താണ് ഉണ്ടാവുക? ബൽ എന്ത്? ബി, മരണം കൊണ്ട് ആ നിക്കാഹ് അവസാനിച്ചു എന്നേ പറയാൻ പറ്റുള്ളൂ, ബാത്തിലായി എന്ന് പറയാൻ പറ്റൂല. ഭർത്താവ് മരിച്ചാൽ ഭർത്താവിന്റെ കഴിഞ്ഞു, ഭാര്യയ്ക്ക് ഇദ്യൊക്കെ കഴിഞ്ഞ വേറെ പുതിയാപ്പിളെ തരാം. അല്ലാതെ നിക്കാഹ് ബാത്തിലായി എന്നല്ല അതിനർത്ഥം. ഇങ്ങനെയാ. വഫീ കൗനിഹി ഖത്അൻ, ഈ അസ്ലിന്റെ ഹുക്മിനെ മൻഉ ചെയ്യുക എന്നത് ഖത്അൻ, അത് ഖത്അ ആക്കുക, മുറിച്ചു കളയുക. ആരെ?
ലിൽ മുസ്തദില്ലി, മുസ്തദില്ലിനെ മുറിക്കുകയാണ് ഞാൻ അവിടെ. അസ്ല് ആ മക്കീസാലി ഹുക്കുമേ ഇല്ലാന്ന് പറയുമ്പോ ഞാൻ മറുപടി ഇല്ലല്ലോ. അങ്ങനെ മറുപടി കൊടുക്കാൻ കഴിയാത്ത വിധം മുസ്തദിലിനെ മുറിച്ച് കളയുക എന്നുള്ളതിൽ മദാഹിബു പല അഭിപ്രായവുമുണ്ട്. അർജൗഹ ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം എന്താണെന്നറിയാമോ? അവിടെ പറയാനുള്ളത് ഏറ്റവും ബലപ്പെട്ട അഭിപ്രായം അഖ്ദമ്മിന തെഫിരിയൽ ആത്തി, ശേഷം വരുന്നുണ്ടൊരു തെഫിരിയ. ആ തെഫിരി വൈന്തൽ മുസ്തദില്ലു എന്ന് വാക്കിൽ വരുന്നുണ്ട്. അതും തെഫിരിയിൽ നിന്ന് പിടിച്ചത് കൊണ്ടാണ് പറയുന്നത്. ആ തെഫിരി നിന്ന് പിടിച്ചിട്ട് നോക്കുമ്പോ മദ്ഹബിൽ അർജഹായത് ലാ ഖത്ത് അല്ല, ലാ അല്ല എന്നാണ്. എന്തല്ല? ഖത്ത് അല്ല എന്ന് പറഞ്ഞാല് വെറും അസിലിന്റെ ഒക്കെ മൻഅയ്യ എന്നുള്ളത് അതുകൊണ്ട് മാത്രം എന്താവില്ല, മുസ്തദിലിനെ കത്ത് ചെയ്യാൻ കഴിയൂല. മുസ്തദിലിന്റെ കത്ത് ആവില്ല എപ്പോഴാ? തെളിവ് കൊണ്ടുവരാൻ കഴിയാതിരിക്കുമ്പോഴേ ആവുള്ളൂ. ഇതുകൊണ്ടൊന്നും ആവൂല. എന്തുകൊണ്ട് മുൻ അത്തി അല്ല, കത്ത് അല്ല? എന്തുകൊണ്ട്? ലിതവഖുബിൽ ഖിയാസി അലാ സുബൂത്ത് ഹുക്മിൽ അസ്ലി, അസ്ലിന്റെ വിധി സുബൂത്തായതിന്റെ മേലിൽ ഖിയാസ് നിൽക്കും. അതുകൊണ്ട് തന്നെ അസ്ലിന് നോക്കും സുബൂത്ത് ഉണ്ട് നോക്കുക. ആ സുബൂത്ത് അനുസരിച്ച് ഖിയാസ് തവഖുഫാവുള്ളൂല്ലോ. അപ്പൊ അതുകൊണ്ട് എന്താകൂല, കത്ത് ആവൂല എന്ന് പറയാൻ കാരണതാ. എങ്കിൽ രണ്ടാമത്തെ അഭിപ്രായം പറയാം. നഅം, അതേ മുസ്തദിനെ കത്ത് ചെയ്യും. എന്തുകൊണ്ട്? ലിൽ ഇന്തിഖാലി അനിസ്ബാത്തിൽ ഹുക്മിൽ ഫർഇൽ ലദീ ഹുവ ബിസ്വദദിഹി, ഫർഇന്റെ ഹുക്മിനെ സ്ഥിരപ്പെടുത്തലിനെ തൊട്ട് മൂപ്പര് നീങ്ങി. എങ്ങനത്തെ ഫർഇ? ഹുവ ബിസ്വദദിഹി, അദ്ദേഹം ആ ഫർഇന്റെ വഴിയിലാണ്, ആ ഫർഇന് ഹുക്കം കൊടുക്കുന്ന വഴിയിലാണ്. ആ വഴിയിൽ നിന്നിട്ട് മൂപ്പരിപ്പ് എന്തായി? ആ ഹുക്കുമ് സ്ഥിരപ്പെടുത്തി കൊടുക്കണം ഫർഇന്, അതായത് മക്കീസിന്. അതിന് മക്കീസ് അലൈക്കൂടെ ഹുക്കുമില്ല. അപ്പൊ സ്വീകരിക്കുന്നല്ലേ പറഞ്ഞത്? ഖത്ത് ആണെന്നല്ലേ പറഞ്ഞത്? ഖത്ത് എന്ന് പറഞ്ഞാൽ ന്യായം പറയുന്നത് ഫർഇന്റെ ഹുക്കുമിനെ സ്ഥിരപ്പെടുത്തുക എന്നതിനെയും വിട്ട് മൂപ്പര് നീങ്ങി. ഇലാ വൈരിഹി, മറ്റൊന്നിലേക്ക് നീങ്ങി. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വൈറ് ഏതാണെന്നറിയോ? ആ വൈറ് അസിന്റെ ഹുക്കുമിനെ സ്ഥിരപ്പെടുത്തലിലേക്ക് നീങ്ങിയാള്. അതുകൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് എന്തു പറ്റും? ഖത്ത് ആയല്ലോ എന്നാ പറഞ്ഞത്. സാലിസുഹ, മൂന്നാമത്തെ ഖൗല് പറയട്ടെ. ഖാലൽ ഉസ്താദ് അബൂ ഇസ്ഹാഖ് അൽ ഇസ്ഫറായിനി എന്നവര് പറയുന്നു, യകൂനു ഖത്അൻ ലഹു, മുസ്തദില്ലിനെ ആ മന്നു ഹുക്മുൽ അസ്ൽ മുറിക്കും. എപ്പോ? ഖൈദുണ്ട്. ഇൻകാന വാഹിറൻ, ആ മൻഅ് വെളിവായതാണെങ്കിൽ. എങ്ങനെ വെളിവാകുക? യഅരിഫുഹു അക്സറുൽ ഫുഖഹായി, ഫുഖഹാക്കളെ കൂട്ടത്തിൽ കർമ്മശാസ്ത്രജ്ഞന്മാരുടെ കൂട്ടത്തിൽ അധിക പേരും അതിനറിയും. ആ മൻഅ് ഹുക്മുൽ അസ്ലിനെ അറിയും. ഇങ്ങനെ ലാഹിറാണ് എങ്കിൽ ഖത്ത് ആണ്. ബിഖിലാഫി മാ ലാ യഅരിഫുഹു ഇല്ലാ ഖവാസുഹും, ഫുഖഹാക്കളിൽ നിന്ന് പ്രത്യേകമായ ആളുകൾ മാത്രമേ അറിയുള്ളെങ്കിലോ ഖത്ത് ആവൂല്ല. വഖാൽ ഗസാലിയും, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിടെ പറയുന്നത്, യുഅതബറു ഉറുഫുൽ മക്കാനി, നാട്ടിലൊരു സ്ഥലം, ആ സ്ഥലത്തെ ഉറുഫ് എന്താണോ അത് പരിഗണിക്കപ്പെടും എന്നുള്ളതാണ്. അല്ലതി അങ്ങനത്തെ മക്കാൻ ഫീഹി, ആ നാട്ടിലുണ്ട്, അൽ ബഅസു, ചർച്ചയുണ്ട്, ഫിൽ ഖത്ഇ ബിഹി, ഇങ്ങനെ മന്നു ഹുക്മുൽ അസ്ല്. അപ്പോ അസ്ലിന്റെ ഹുക്മിനെ മൻഅ ചെയ്യുക എന്നതുകൊണ്ട് മുസ്തദിലിനെ മുറിക്കുക എന്നതിൽ ചർച്ചയുള്ളൊരു നാടാണ്, സ്ഥലമാണ്. അങ്ങനെയാണ് എങ്കിൽ അത് രൂപത്തിൽ അങ്ങനെ പോകും. ഔല ആ ഇല്ലേ? ഇല്ലാന്ന്. ഉറുഫുണ്ടെങ്കിൽ ആ ഉറുഫ് സ്വീകരിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ഇവിഷയമായിട്ട് മഹാനവർ ചർച്ച ചെയ്തത്. എങ്കിൽ മറ്റൊരു അഭിപ്രായം കാണാം. വഖാല ഷൈഖ് അബൂ ഇസ്ഹാഖ് സിറാസി, മൂപ്പര് പറയുന്നു, ലാ യസ്മഉ, അത് സ്വീകരിക്കപ്പെടാൻ പറ്റൂല, സ്വീകരിക്കാൻ പറ്റൂല. കാരണം ലി അന്നഹു, നിശ്ചയമായിട്ടും കാര്യം, ലം യഅ്തരിദ്, മുഅ്തരിദ് എന്തായിട്ടുള്ള ഇത്റാദ് ചെയ്തില്ല, അൽ മഖ്സൂദ, മഖ്സൂദനെ. മൂപ്പരെ മഖ്സൂദനെ മൂപ്പർ എന്ത് ചെയ്തില്ല, അവിടെ ഇത്റാദ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്താ ഫർആണ്. അപ്പൊ ആ ഫർഇനെ മൂപ്പർ എന്ത് ചെയ്തിട്ടില്ല, ഇത്റാദ് ചെയ്തിട്ടില്ല അവിടെ. അതുകൊണ്ട് പിന്നെന്താ നമ്മള്
മൻഹുക്കുമുൽ അസ്ലി എന്തിനാണ് ഖത്ത് എന്ന് പറയുന്നത്? സ്വീകരിക്കൂല. ഹകാഹു അൻഹു ഇതിനെ ഇക്കായത് ചെയ്തിട്ടുണ്ട്. അൻഹു ഈ അബൂ ഇസ്ഹാഖ് സിറാസിയെ തൊട്ട് ഇബ്നു ഹാജി വന്നവര് ആബിദിയെ പോലെ തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുമുണ്ട് ഈ വിഷയം. പക്ഷേ ഇങ്ങനെയൊക്കെയാണ് അബൂ ഇസ്ഹാഖ് സിറാജി തങ്ങള് ലാ യുസ്മഉ എന്നല്ലേ പറഞ്ഞത്? അലന്റെ അർത്ഥം ഇഷ്തിറാഖിന്റെ അർത്ഥമാണ്. ഷെയ്ഖ് ഖാലിദ് എന്നവർ ലാക്കിൻ തന്നെ ഇട്ടിട്ടുമുണ്ട്. അപ്പൊ അലന്റെ അർത്ഥം ലാക്കിൻ അല അന്നൽ മൗജൂദ എങ്കിലും ഫിൽ മുലഖസി വൽ മഊനത്തി മുലഖസ് മഊനത്ത് ഈ പറയുന്ന രണ്ട് കിതാബിൽ ഉള്ളത് അത് ഷെയ്ഖിനുള്ള രണ്ട് കിതാബാണ്. അബൂ ഇസ്ഹാഖ് സിറാജിക്കുള്ള കിതാബാണത്. മുലഖസ് അതുപോലെ തന്നെ മഊനത്ത്. അതിലുള്ളത് എന്താ അറിയോ? കമാ ഖാലുൽ മുസന്നിഫു മുസന്നിഫ് പറഞ്ഞതുപോലെ തന്നെ മുസന്നിഫ് പറഞ്ഞ സമാണെന്നല്ലേ പറഞ്ഞത്. അതാ മൻഹുക്കുമുൽ അസ്ലി വഹു മസ്മൂന്നല്ലേ പറഞ്ഞത്. ആ സമ ആണ് മുസന്നിഫ് പറഞ്ഞത്. അങ്ങനെ മുസന്നിഫ് പറഞ്ഞതുപോലെ തന്നെ മുലഖസും മഊനത്തും ഈ അബൂ ഇസ്ഹാഖ് സിറാജി തങ്ങളുടെ കിതാബാ. അതിന് മുപ്പിൽ പറഞ്ഞ എന്താണ്? സമ ആണെന്നാ. പിന്നെ മുപ്പിൽ ഇവിടെ പറഞ്ഞ എന്താണ്? ലാ യുസ്മഉ എന്നുമാണ്. കഴിഞ്ഞു. ഇങ്ങനെയൊക്കെ വിഷയം അവിടെ കിടക്കും. സുമ്മ അലസമാ എല്ലാരെ വാക്കും അനുസരിച്ചിട്ട് സമാവ് പറ്റും, അത് സ്വീകരിക്കുമെന്നല്ലേ. അങ്ങനെ അദിമുൽ ഖത്ഇ ഇല്ല എന്നുള്ളതാണ് അർജഹ് റാജിഹായ അഭിപ്രായവും. ഇത് രണ്ടും അനുസരിച്ചുകൊണ്ട് ഖാലൽ മുസന്നിഫ് അവറുകൾ പറയുന്നു ഫഇൻദല്ല അലൈഹി. ഇതാണ് നമ്മൾ തഫ്രീ എന്ന് പറഞ്ഞത്. ആ തഫ്രീ എന്ന് പിടിച്ചിട്ട് പറഞ്ഞതാണ് അർജഹ് ഖത്ത് അല്ലാതും. മുസ്തദില് അറിയിച്ചാൽ അലൈഹി അലാ ഹുക്മിൽ അസ്ലി അസ്ലിന്റെ ഹുക്മിന്റെ മേലിൽ മുസ്തദില് അല്ലെങ്കിൽ മുസ്തദിലിന്റെ മുസ്തദല് അറിയിച്ചാൽ അല്ലെങ്കിൽ മുസ്തദിൽ തന്നെയാണ്. മുസ്തദിൽ അറിയിച്ച എന്ന് പറഞ്ഞാൽ അർത്ഥം ഐ അത്താബി ദലീലിൻ അലൈഹി ഇവിടെ അസ്ലിന് ഹുക്കും ഉണ്ട് എന്നതിന്റെ മേൽ ലക്ഷ്യം കൊണ്ടുവന്നു ഞാൻ ലം യങ്കത്തിൽ മുഅ്തരിദു അവന്റെ മുഅ്തരിദ് അടങ്ങിയിരിക്കോ? അതോടുകൂടി മൂപ്പര് മുറിഞ്ഞു പോയിന്നാ? ഇല്ല, മുറിയില്ല. മൂപ്പർക്ക് മറുപടി പിന്നെയും കൊടുക്കാം. അപ്പൊ വൈന്തല്ല എന്ന തഫ്രിയ വന്നപ്പോ അതിന് പിടിക്കുമ്പോ ഇവിടെ എന്ത് മനസ്സിലാക്കാം? മുസ്തദില്ലും എന്തല്ല ഖത്ത് അല്ല, ഓനും കൊണ്ടുവരാൻ തെളിവെന്നായി. ബി മുജറദി ദലീലി ഇവിടെ മുസ്തദില് ദലീല് കൊണ്ടുവന്നു എന്നതുകൊണ്ട് മുഅ്തരിദ് മുറിഞ്ഞു പോകുന്നില്ല. അൽ മുഖ്താരി പല അഭിപ്രായം അതിലുണ്ടെങ്കിലും ബലപ്പെട്ട അഭിപ്രായത്തിൽ മുറിയില്ല. ബൽ പിന്നെയോ ലഹു മുഅ്തരിദിനുണ്ട് അയ്യഊദ അവന് മടങ്ങി വരാം. എന്നിട്ട് വയഅ്തരിദ ദലീല മുസ്തദിലിന്റെ ദലീലിനെ എതിർക്കാം. എന്തുകൊണ്ട്? ലിഅന്നഹു നിശ്ചയമായിട്ടും കാര്യം ഖദില്ല യകൂനു സഹീഹൻ ഈ കൊണ്ടുവന്ന ദലീൽ എന്താവുകയില്ല, ശരിയായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് വീണ്ടും വരാം. വഖീല മുഖത്താറിനെതിരെ പറയപ്പെട്ടിട്ടുണ്ട് അംഗത്തെയോ മുഅ്തരിദിനും ഉണ്ടാൻ പാടില്ല, കഴിഞ്ഞു. കാരണം ഫലൈസ ലഹു മുഅ്തരിദിൻ ഇല്ല അൻ യഅ്തരിദഹു ആ ദലീലിനെ എതിർക്കാനുള്ള അവകാശം ഇനിയില്ല. കാരണം ലിഖുറൂജിഹി മുഅ്തരിദ് പോയല്ലോ ബിഇത്റാദിഹി അവന്റെ എതിർപ്പ് കൊണ്ട് അനിൽ മഖ്സൂദി മഖ്സൂദിനെയും വിട്ട് അവൻ പുറത്തുപോയി. അപ്പൊ അവൻ ആദ്യം എതിർത്തു. ആ എതിർത്തോടു കൂടി തന്നെ മഖ്സൂദിനെയും വിട്ട് അവൻ പുറത്തു പോയത് കൊണ്ട് ഇനിയില്ല, മിണ്ടാട്ടം കഴിഞ്ഞു, ഇനി മിണ്ടാൻ പാടില്ല. വഖദ് യുഖാലു ഫിൽ ഇസ്ബാത്തി ഇനി ഇസ്ബാത്തിൽ ചിലപ്പോൾ പറയപ്പെടാം. ഇസ്ബാത്തിൽ ചിലപ്പോൾ പറയപ്പെടാം. എന്ത് പറയപ്പെടാം? ബിമുനൂഇൻ മുറത്തബ മുസ്ബത്തായ ഒരു വിധിയ, അതായത് അസ്രിന്റെ ഹുക്മിലുള്ള വിധി, ആ ഹുക്കം സ്ഥിരപ്പെടുത്തിയല്ലോ. ആ ഇസ്ബാത്തിൽ പറയപ്പെടാം. ഒരുപാട് ക്രമീകരിച്ച മറ്റ്ന് ഇങ്ങനെ പറയാം. എങ്ങനെ പറയാം? ലാനുസല്ലിമു നമ്മൾ സമ്മതിക്കൂല. അതൊരു എന്ത് ഹുക്കുമല്ല അസ്ലി അസ്ലിന്റെ ഹുക്കുമിനെ നമ്മൾ സമ്മതിക്കൂല. എന്നിട്ട് പിന്നെ പറയുന്നു സല്ലംന ദാലിക ശരി അസ്ലിന്റെ ഹുക്കുമിനെ നമ്മൾ സമ്മതിച്ചു. പക്ഷേ വലാനുസല്ലിമു അന്നഹു മിമ്മാ യുഖാസു ഫീഹി ഏതൊന്നിലാണോ ഖിയാസാക്കപ്പെടുന്നതെങ്കിൽ ആ ഖിയാസാക്കപ്പെടുന്നതിനെ തൊട്ട് നമ്മൾ എന്താ സമ്മതിക്കൂല. അങ്ങനെ പറഞ്ഞു. അപ്പൊ രണ്ടാമത്തെ മൻ ആയി.
എന്തുകൊണ്ട് ലിമലായക്കൂന മിമ്മഖ്തലഫ മിമ്മഖ്തുലിഫ ഫീ ജവാസിൽ ഖിയാസ് ഫീഹി, അതിൽ ഖിയാസ് പറ്റോ എന്ന കാര്യത്തിൽ തർക്കമുള്ളതുകൊണ്ട് അങ്ങനെ പറ്റൂല്ലോ എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഉണ്ടാവൂല എന്ന് പറയാം. അതുകൊണ്ടാണ് ഖിയാസ് പറ്റൂല എന്ന് പറഞ്ഞത്. ഇനി സല്ലംനാ ദാലിക, അല്ല ഖിയാസ് നടന്നു, നമ്മൾ സമ്മതിച്ചു. പക്ഷേ വലാ നുസല്ലിമു അന്നഹു മുഅല്ലലുൻ, അത് ഇല്ലത്താക്കപ്പെട്ടതാണ് എന്ന് പറയാൻ പറ്റുമോ? അത് സമ്മതിക്കൂല. ലിമ ലാ യുഖാലു, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഇന്നഹു തഅബ്ബുദിയുൻ, അത് മുഅല്ലലല്ല, അല്ലാഹു തആല അങ്ങനെ കൽപ്പിച്ചു, അങ്ങനെ നടക്കുന്നു. ഹൈദിന്റെ വസ്ത്രം അറിഞ്ഞ പോലെ തഅബ്ബുദി ഇങ്ങനെ കൂടെ വേണ്ട. സല്ലംനാ ദാലിക, പത്തര മന്നായി 3 മന്നായിട്ടോ, ഇസ്ബാത്താണ് പിന്നെ മന്ന്. സല്ലംനാ ദാലിക, അല്ല അത് മുഅല്ലലാണ്, സമ്മതിച്ചു. വലാ നുസല്ലിമു അന്ന ഹാദൽ വസ്ഫ, നിശ്ചയമായിട്ടും ഇവിടെ ഈ പറഞ്ഞ വസ്ഫ് ഇല്ലത്തുഹു, അതാണ് ഹുക്മിന്റെ ഇല്ലത്ത്, സമ്മതിക്കൂല. ലിമ ലാ യുഖാലു അൽ ഇല്ലത്തു വൈറുഹു, എന്തുകൊണ്ട് ഇതല്ല വേറെ ഇല്ലത്തായി കൂടെ എന്ന് പറഞ്ഞൂടെ? സല്ലംനാ ദാലിക, വേണ്ട അത് ഇല്ലത്താണ്, നമ്മൾ സമ്മതിച്ചു. വലാ നുസല്ലിമു വജൂദുഹു ഫീഹി, എന്നാ പിന്നെ അസ്ലിൽ ഈ വസ്ഫ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കൂല. അങ്ങനെ വന്നു, അതൊരു മൻഅ. സല്ലംനാ ദാലിക, ഇനി ആ വസ്ഫ് അസ്ലിൽ ഉണ്ട് സമ്മതിച്ചു. വലാ നുസല്ലിമു, നമ്മൾ സമ്മതിക്കൂല അന്നഹു ആ വസ്ഫ് മുതഅദ്ദിൻ, അത് മറ്റൊന്നിലേക്ക് വിട്ടുകിടക്കുന്നതാണെന്ന് നമ്മൾ സമ്മതിക്കൂല. എന്താ? ലിമ ലാ യുഖാലു ഇന്നഹു ഖാസിറുൻ, ഈ വിധിയൊന്നും മറ്റൊന്നിലേക്ക് അത് പോകൂല, അവിടെ തന്നെ ചുരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞൂടെ? സല്ലംനാ ദാലിക, വേണ്ട മുതഅദ്ദിയാണെന്ന് സമ്മതിച്ചു. വലാ നുസല്ലിമു വജൂദുഹു ഫിൽ ഫർഇ, എന്നാ മഖീസിൽ ഈ വസ്ഫ് ഉണ്ട് എന്ന് നമ്മൾ സമ്മതിക്കൂല. ഇപ്പൊ എത്രയായി? ഫഹാദിഹി സബ്അത്തു മുനൂഅ, 7 മൻഉകൾ കൊണ്ടുവന്നു. 7 മൻഉകളായി ഇസ്ബാത്തിൽ. ലാ നുസല്ലിമു ഹുക്മുൽ അസ്ൽ 1, ലാ നുസല്ലിമു അന്നഹു ബിമാ യുഖാസു ഫീഹി, ലാ നുസല്ലിമു അന്നഹു മുഅല്ലലുൻ, ലാ നുസല്ലിമു അന്ന ഹാദൽ വസ്ഫ ഇല്ലത്തു, അലാ നുസല്ലിമു വജൂദുഹു ഫീഹി, അലാ നുസല്ലിമു അന്നഹു മുതഅദ്ദി, അലാ നുസല്ലിമു വജൂദുഹു ഫിൽ ഫർഇ. ഇങ്ങനെ 7 മൻഉകൾ കൊണ്ടുവന്നു. തതഅല്ലഖു സലാസത്തുൽ ഊലാ മിൻഹാ, ഇവകളിൽ ആദ്യം പറഞ്ഞ 3 എണ്ണവും ബന്ധിക്കുന്നത് എന്തിനോടാ? ബി ഹുക്മിൽ അസ്ലി, അസ്ലിന്റെ ഹുക്മിനോട് തന്നെ ബന്ധിക്കുന്നത്. ലാ നുസല്ലിമു ഹുക്മുൽ അസ്ൽ ഒന്നതായി. രണ്ടാമത് പറഞ്ഞ ലാ നുസല്ലിമു അന്നഹു ബിമാ യുഖാസു ഫീഹി, അതും അസ്ലിനോട് തന്നെയാണ്. പിന്നെ മൂന്നാമത് ലാ നുസല്ലിമു അന്നഹു മുഅല്ലം, അതും ഹുക്മിനോട് തന്നെ. കഴിച്ച് ബാക്കി 4 എണ്ണമുണ്ട്. ആ 4 എണ്ണം നോക്കുക, ആ 4 എണ്ണം എന്തിനോടാ? ബിൽ ഇല്ലത്തി മഅൽ അസ്ലി വൽ ഫർഇ ഫീ ബഅദിഹാ, ഇവകളിൽ ചിലതിൽ ഫർഇ അസ്ലി ഇവയോടൊപ്പം ഇല്ലത്തുമായി ബന്ധിക്കുന്നതാണ് 4 എണ്ണം. ഇങ്ങനെ 7 മനുവുകൾ പറഞ്ഞു. ഈ 7 മനുകളായി കൊണ്ടുവരാൻ പറ്റും എന്ന് പറഞ്ഞല്ലോ. നമുക്ക് അതിനൊരു ഉദാഹരണം നോക്കാട്ടോ. ഉദാഹരണം പറയുമ്പോ അതിലേറെ ബഹുരസമായിരിക്കും. നോക്ക, എന്താ ഉദാഹരണം? മുസ്തദില് പറയുന്നു നബക്ക് എന്ന് പറയുന്ന സാധനം രബവിയാണ് എന്ന് പറഞ്ഞു. മുസ്തദില്ലേ എന്താ മുമ്പ് കൊടുത്ത ഇല്ലത്ത്? ഇല്ലത്തിൽ കയ്യില് അതില് എന്തുണ്ട്? അളക്കുക എന്നുള്ള ഒന്നുണ്ട്. ഏതുപോലെ? തമ്പ്ര കാരക്ക പോലെ. അപ്പൊ നബക്ക് രബവിയായി അളത്തം എന്ന് പറയുന്ന കാര്യം അതിലുണ്ടായത് കൊണ്ട് തമ്പ്ര പോലെ. തമ്പ്ര എന്താണ്? അസല്. നബക്ക് എന്താണ്? ഫർഇ. ഇല്ലത്ത് കയ്യില്, അതാണ് ജാമ്യ. വിധി രബവി. അപ്പൊ ഇവിടെ മുഴത്തരുന്ന് പറയാ ലാ നുസല്ലിമു അന്ന തമ്ര രബവിയ്യുൻ. അപ്പൊ അസ്ല നിർത്തു. തമ്പ്ര രബവിയാണെന്നുള്ള കാര്യം നമ്മൾ സമ്മതിക്കൂലാന്ന് മുഴത്തരുന്ന് പറഞ്ഞു. അപ്പൊ തന്നെ പറയാണ് സല്ലംനാ റുബൂഇന രബവിയ്യതഹു, തമ്പ്രിന്റെ രബവിയത്തെ സമ്മതിച്ചു. ലാകിൻ ലാ നുസല്ലിമു അന്ന ഹാദൽ ഹുക്മ മിനൽ അഹ്കാമില്ലത്തി യജ്രി ഫീഹൽ ഖിയാസു, ഖിയാസുകൾ നടക്കാൻ പറ്റുന്ന വിധികളിൽപ്പെട്ട വിധിയല്ല ഈ അസ്ലിന്റെ വിധി എന്ന് നമ്മൾ സമ്മതിക്കൂല. അതാണ് വിധിയല്ല, നമ്മൾ സമ്മതിക്കൂലെന്ന് വേണ്ട. ഞായിപ്പെട്ട തന്നെ സല്ലംന അന്നഹു മിനൽ അഹ്കാമില്ലത്തി യജ്രി ഫീഹൽ ഖിയാസു, ഖിയാസ് നടത്താൻ പറ്റുന്ന വിധിയിൽപ്പെട്ട വിധികൾ സമ്മതിച്ചു കൊടുത്തു. പക്ഷേ ലാ നുസല്ലിമു അന്നഹു മുഅല്ലലുൻ, അത് നമ്മൾ സമ്മതിക്കൂല. അത് തഅബ്ബുദിയാണെന്ന് പറഞ്ഞൂടെ?
വേണ്ട അല്ലലാണ് സമ്മതിച്ചു. പക്ഷെ ഇല്ലത്ത് കയ്യിലാണെന്നുള്ളത് സമ്മതിക്കൂല. എന്താ കാരണം? കയ്യിലല്ലാത്തതും ഇല്ലത്തായിക്കൂടെയാണ്. വേണ്ട ഇല്ലത്ത് കയ്യിലാ സമ്മതിച്ചു തരാം, പക്ഷെ ആ ഇല്ലത്ത് തമ്പിലുണ്ട് നമ്മൾ സമ്മതിക്കൂല. നല്ല രസം. വേണ്ട ഞാൻ ഇല്ലത്ത് തമ്പിലുണ്ട് നമ്മൾ സമ്മതിച്ചു തരാം, അത് തമ്പ്രല്ല അസല്, അതുകൊണ്ട് സമ്മതിക്കാം. പക്ഷെ അത് മുതഅദ്ദിയാണ്, ഇല്ലത്ത് തമ്പിനെ വിട്ടു പോകൂല. നബക്ക് പോലെ ഇങ്ങനെ പറയാം. അല്ല നമ്മൾ സമ്മതിച്ചു തരാം, അതും വിട്ടുപോകുന്നുണ്ട്, അതിനും വിട്ടുപോകും. ഏതാണത്? ഇല്ലത്ത് കയ്യിലാണ്, പക്ഷേ അത് വിട്ട് കിടക്കുന്നുണ്ട് എങ്കിലും അത് ഫറയിലുണ്ടെന്ന് നമ്മൾ സമ്മതിക്കൂല. ഫറ നബക്കല്ലേ, അത് സമ്മതിക്കൂല. അപ്പോ നബക്ക് മക്കീലാണെന്നുള്ള പരിപാടി നമ്മൾ സമ്മതിക്കൂല. ഇങ്ങനെ മൻഇ ചെയ്ത് കൊണ്ടുവരാം. ഇവിടെ ഒരുപാട് മന്നുകൾ പറഞ്ഞു. ഇൻഷാ അള്ളാ ഇതിനുള്ള മറുപടി ഇനി ബഹുക്ഷേമമായിരിക്കും. എങ്ങനെയാണ് ഇതിനൊക്കെ മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് ഇൻഷാ അള്ളാ നാളെ നമുക്ക് പ്രതിപാദിക്കാം. ഇന്ന് കുറെ മനുകൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഹുക്മുൽ അസ്ലിനെ മന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മന്ന് ചെയ്ത രീതിയാണ് ഇവിടെ പറഞ്ഞത്. ഈ മന്നും എന്തിൽപ്പെട്ടതാണെന്ന് അറിയാമോ? മന്നിൽപ്പെട്ടതാണെന്ന് നമ്മൾ പറഞ്ഞു. അൽഹംദുലില്ലാഹ്, ഇന്ന് ഈ ക്ലാസ് എടുക്കുവാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിന് 1000 സ്തുതികൾ അർപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ. ഇനിയും ഇതുപോലെ നല്ല രീതിയിൽ എടുക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമയങ്ങളൊക്കെ അള്ളാഹു റാഹത്താക്കി തരുമാറാവട്ടെ. ദ്വാരക്ഷണം വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.